സിദ്ധുനെ കാണുന്നില്ലല്ലോ. തനൂജ ഇനി പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കോ സിദ്ധു കൊണ്ടുപോയത്? സിദ്ധു നിന്നെ വിളിക്കോ മറ്റോ ചെയ്തോ? തനൂജയുടെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു, വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. തനൂജി അവളുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ടാവുന്നാ തോന്നുന്നേ. അമ്മേ, ഞാൻ അവളുടെ വീട്ടിലേക്കൊന്ന് പോവാ. ഇന്നത്തോടെ എല്ലാം അവസാനിക്കണം. ഇനി അവള് നമ്മുടെ ജീവിതത്തിൽ കയറിയ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നന്ദു, എന്റെ ഒരു തോന്നല് പറയട്ടെ. തോന്നലാണ്. ഇന്നുകൊണ്ട് എല്ലാ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിക്കും. അതെന്താ അങ്ങനെ ഒരു തോന്നല്? തീരുന്നെങ്കിൽ ഇന്നുകൊണ്ട് എല്ലാം കഴിയും. ഒരു വലിയ തലവേദന മാറിക്കിട്ടും, അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു. നിന്റെ മനസ്സ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സിദ്ധു അല്ലേ വിചാരിക്കേണ്ടത്? ഇവിടുന്ന് അവളെയും വിളിച്ചുകൊണ്ട് പോയ ആള് തന്നെ പറയട്ടെ എന്താ സംഭവിക്കുന്നതെന്ന്. എവിടാണെന്ന് പോലും അറിയില്ല. അച്ഛൻ ബലരാമനങ്ങളുടെ വീട്ടിലാ. ഞാൻ വിളിച്ചപ്പോ അച്ഛൻ അവിടെയാണെന്നാ പറഞ്ഞേ. എന്തിനാ ബലരാമനങ്ങളുടെ വീട്ടിലേക്ക് പോയത്? സിദ്ധു നമ്മളെ നാണം കെടുത്തുകയാണല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാ അവിടേക്ക് പോയത്? നമ്മളെ ഇന്നത്തെ ഈ ഗതികെട്ട അവസ്ഥയിലാക്കിയത് ബലരാമനങ്ങൾ ഒറ്റൊരാളാ. ജീവിതത്തിൽ ഒരിക്കലും അച്ഛൻ അയാളുടെ മുഖത്ത് പോലും നോക്കില്ലെന്നാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ അങ്ങോട്ട് പോയിരിക്കുന്നു. നന്ദു, ബഹളം വെക്കണ്ട. എനിക്ക് തോന്നുന്നത് അച്ഛൻ ബലരാമനങ്ങളെ കാണുന്നത് ഒരു നല്ല സൂചനയാണെന്നാ. എന്ത് നല്ല സൂചന? തനൂജയുടെ കാര്യത്തിൽ നിന്ന് തലയൂരാൻ ഇനി അയാളുടെ സഹായം ചോദിക്കായിരിക്കും. ബലരാമനങ്ങളുടെ സഹായം കൊണ്ട് മുഖം രക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന. നന്ദു, വരട്ടെ, നമുക്ക് ക്ഷമിച്ചിരിക്കാം. എന്തായാലും ഇനി മുതൽ അച്ഛനൊന്നും ഒളിച്ചു വെക്കില്ല. പറയാനുള്ളത് നമ്മളോട് പറയും, അതെനിക്ക് ഉറപ്പാ. അമ്മ, എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. അവള് പറഞ്ഞല്ലോ, നമുക്ക് നോക്കാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.